വിശുദ്ധരോടൊപ്പം. മാർച്ച് 10 സെബാസ്റ്റ്യായിലെ 40 രക്തസാക്ഷികൾ. അർമേനിയയിൽ സെബാസ്റ്റ്യൻ നഗരത്തിൽ 320 ആണ്ടിലാണ് 40 പടയാളികൾ രക്തസാക്ഷിത്വം വരിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ചുറുചുറുക്കുള്ള സുമുഖരായ ഒരു ഗണമായിരുന്നു ഇവരുടേത്. ഇടിമുഴക്കുന്ന ലീജിയൻ എന്നാണ് ഇവരെ ഗ്രിഗറി നിസായും പ്രൊക്കോപ്പിയൂസും സംബോധന ചെയ്തിട്ടുള്ളത്. ചക്രവർത്തി ലിസിനിയൂസിൻ്റെ ആജ്ഞപ്രകാരം എല്ലാ പടയാളികളും ദേവന്മാർക്ക് ബലി ചെയ്യണമെന്ന് ഗവർണർ ഉത്തരവിട്ടു. 12-ാം ലീജിയനിലെ ഈ 40 പേരും തങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും യാതൊരു മർദ്ദനവും തങ്ങളുടെ പരിശുദ്ധ മതം ഉപേക്ഷിക്കാൻ പോരുന്നതല്ലെന്നും അറിയിച്ചു. ഗവർണർ അവരെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് പള്ളകീറി ചങ്ങല കൊണ്ട് ബന്ധിച്ച് ജയിലിലാക്കി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സൈന്യാധിപൻ ലിസിയാസ് സെബാസ്റ്റ്യയിലെത്തി. തടവുകാരെ രണ്ടാമതും വിചാരണ ചെയ്തു. സൈന്യാധിപന്റെ വാഗ്ദാനങ്ങളിൽ വീഴാതെ അവർ ദൃഢമാനസരാണെന്ന് കണ്ടപ്പോൾ നഗ്നരാക്കി മഞ്ഞിൽ കിടത്തി. അവർ ഏകസ്വരത്തിൽ പ്രാർത്ഥിച്ചു, 40 പേരാണ് ഞങ്ങൾ സമരത്തിന് വന്നിട്ടുള്ളത്. 40 പേരും മകുടമണിയാൻ കൃപയരുളണമേ. ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരെ രക്ഷിക്കാൻ അരികെ തന്നെ ചൂടുവെള്ളം ശേഖരിച്ചിരുന്നു. അവരിൽ ഒരുവൻ നഷ്ടധൈര്യനായി ആശ്വാസം തേടി പോയി. അപ്പോൾ മാലാഖമാർ 39 കിരീടങ്ങളുമായി ഇറങ്ങി വരുന്നത് കാവൽ ഭടന്മാർ കണ്ടു. ഇത് കണ്ടു നിന്നിരുന്ന കാവൽ ഭടന്മാരിൽ ഒരാൾ ഭീരുവായി ഓടിപ്പോയവൻ്റെ സ്ഥലം പിടിച്ചു. അങ്ങനെ വീണ്ടും 40 തികഞ്ഞു. തണുത്തു വിറങ്ങലിച്ച മൃതദേഹങ്ങൾ ചിതയിലേക്ക് മാറ്റാൻ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ ഒരാൾ ശ്വസിക്കുന്നതായി കണ്ടു. അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ഉദ്യോഗസ്ഥൻ തുനിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ധീരയായ അമ്മ രക്തസാക്ഷിത്വ കിരീടം നഷ്ടപ്പെടുത്തേണ്ടെന്ന് ഉത്ബോധിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരവും മറ്റു മൃതദേഹങ്ങളോടൊപ്പം തീയിലിട്ടു. പ്രസാദവരം നിറഞ്ഞ ജീവിതം സമൂഹത്തെ ഐക്യത്തിൽ നിലനിർത്തി ക്രിസ്തുവിൽ ഒന്നാക്കും. ഒരുമിച്ചു നിന്ന സെബാസ്റ്റ്യയിലെ 40 രക്തസാക്ഷികൾ നമുക്ക് നൽകുന്ന മാതൃക അനുകരിക്കാം. പ്രസാദവരം നിറഞ്ഞ ജീവിതം സമൂഹത്തെ ഐക്യത്തിൽ നിലനിർത്തി ക്രിസ്തുവിൽ ഒന്നാകും. ഒരുമിച്ച് നിന്ന സെബാസ്റ്റ്യയിലെ 40 രക്തസാക്ഷികൾ നമുക്ക് നൽകുന്ന മാതൃക അനുകരിക്കാം.